പ്രബോധനം അവസാനിപ്പിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഫദക്കിർ നബിയെ, ഓർമ്മപ്പെടുത്തി കൊടുക്കൂ നബിയെ. ഫദക്കിർ, അങ്ങ് ഓർമ്മപ്പെടുത്തി കൊടുക്കൂ നബിയെ. ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഈമാനുള്ളവർക്ക് അത് ഫലം ചെയ്യും നബിയെ. ഈമാനുള്ളവർക്ക് ഫലം ചെയ്യും. നോക്കൂ നിങ്ങൾ, ആ ഈമാനുള്ളവർക്ക് ഫലം ചെയ്യുന്ന നിങ്ങൾ കേട്ടു നോക്ക്. പരിശുദ്ധ ഖുർആനിൽ ഒരു പ്രബോധനം നടന്നിട്ടുണ്ട്. ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെല്ലാം ആ പ്രബോധനം നടത്തിയവരാ. ആ പ്രബോധനം നടത്തിയവരിൽ വലിയ പ്രബോധനം നടത്തിയ മഹാനാണ് സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. വലിയ പ്രബോധനം നടത്തിയ മഹാനാണ്. പ്രവാചകന്മാരൊക്കെ വലിയ പ്രബോധനം നടത്തിയവരാ. അഫ്ളലുമാ അന വഖുൽതു അഫ്ളലുമാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരൊക്കെ നടത്തിയത് വലിയ വലിയ സബ്ജക്റ്റുകൾ. ഇന്ന് വലിയ വലിയ സബ്ജക്റ്റുകൾ നമ്മളൊക്കെ ഇന്നിപ്പോ അങ്ങനെയാണ്. ഇന്ന് സബ്ജക്റ്റുകളുടെ ഒരു കാലാണ്. എല്ലാം സബ്ജക്റ്റാണ്. നല്ല നല്ല വലിയ വലിയ പ്രഭാഷണങ്ങളാണ് നടക്കുന്നത്. വലിയ വലിയ സബ്ജക്റ്റുകളാണ്. അഫ്ളലുമാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹ് അവിടുന്ന് പറഞ്ഞ എന്താ? ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാര് നിർവഹിച്ച ഏറ്റവും വലിയ പ്രബോധനം, ഞങ്ങൾ പറഞ്ഞ ഏറ്റവും നല്ല വാക്ക് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദാണ്. ആ തൗഹീദിന്റെ പ്രബോധനത്തിന് നിയുക്തരായ പ്രവാചകന്മാരിൽ മഹാനായ സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് നടത്തിയതായ, അതുപോലെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമും നടത്തിയ പ്രബോധനം തങ്കലിപികളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം തന്റെ പ്രബോധിത സമൂഹമേതെന്ന് ചോദിച്ചാൽ അത് ഇസ്രായേലി സമൂഹമാണ്. എന്നാൽ ഇസ്രായേലി സമൂഹത്തിന്റെ ദൈവമാരാ? ഫിർഔനാണ്. وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ചരിത്രത്തിൽ രാംശസ് രണ്ടാമൻ എന്ന് പറഞ്ഞ ലോകത്തെ നമ്പർ 1 ടെററിസ്റ്റായ, ലോകത്തെ ഏറ്റവും ധിക്കാരിയായ, അന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് വാദിച്ച സിംഹാസനത്തിന്റെ രാജദർബാറിന്റെ ഉടമയായ ഫിർഔൻ, ആ ഫിർഔനിന്റെ മുമ്പിലേക്ക് പ്രബോധനത്തിന് നിയമിച്ച പ്രവാചകന്മാരാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമും ഹാറൂൻ നബിയും. ഇവർ രണ്ടുപേരും ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. ഫിർഔനിനെ ഉപദേശിച്ചു. ഫിർഔനിന് പ്രബോധനം നൽകി. ഞാനാണ് റബ്ബ് എന്ന് പറയുന്ന ഫിർഔനിനോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കണം. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഫിർഔനിന്റെ കൊട്ടാരത്തിൽ രാജദർബാറിൽ വളർന്ന മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനായി ദിവ്യത്വം ലഭിച്ച് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നങ്ങ് പ്രഖ്യാപിച്ചപ്പോ ഫിർഔൻ അത് അംഗീകരിച്ചില്ല, അത് ഉൾക്കൊണ്ടില്ല. ഫിർഔൻ തിരിഞ്ഞു നിന്നു, അവൻ അഹങ്കരിച്ചു. ഫിർഔന്റെ മുമ്പിൽ ചെന്നവർ പറഞ്ഞപ്പോ ഹാറൂൻ നബിയുടെയും മൂസാ നബിയുടെയും പ്രബോധനം ഉൾക്കൊണ്ടില്ല അവൻ. കാരണം അത്രയും മരവിച്ച കടുത്ത ഹൃദയനായിരുന്നു അവൻ, ധിക്കാരിയായിരുന്നു അവൻ. അതുകൊണ്ട് അവനത് ഉൾക്കൊണ്ടില്ല. പക്ഷെ ആ പ്രബോധനം എഫക്ട് ചെയ്ത, ആ പ്രബോധനം സ്വീകരിച്ച, ആ പ്രബോധനം ഫലം ചെയ്ത 6 പേരുണ്ട് ഫിർഔനിന്റെ കൊട്ടാരത്തിൽ. 5ഓളം ആളുകൾ ആദ്യം തന്നെ അത് സ്വീകരിച്ചു. 5ഓളം ആളുകൾ. ചരിത്രം ദീർഘമാണ്. ചുരുക്കി പറയട്ടെ, ഈ ന്യൂ ഇയറിന്റെ ദിവസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഉൾക്കൊള്ളേണ്ട മെസ്സേജ് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്ത പ്രവാചകന്മാരിൽ അവര് നടത്തിയ പ്രബോധനം ഉൾക്കൊണ്ട ആളുകൾ അവർക്ക് ബലിഷ്ഠമായ ഈമാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ആളുകൾ അവരുടെ ഈമാൻ അത്രയും ശക്തമാണ്, കടുപ്പമാണ്.
അതാണ് ഫിറഔനിന്റെ കൊട്ടാരത്തിലേക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാറൂൻ നബിയും എത്തിയിട്ട് ആ പ്രബോധനം നടത്തിയിട്ട് ഉൾക്കൊള്ളാൻ അവൻ തയ്യാറായില്ല. അവൻ തന്റെ കിബറും അഹങ്കാരവും അത് രൗദ്രത പൂണ്ട് അന റബ്ബുക്കുമുൽ അഅ്ലാ, മൂസാ നീ എന്നെ പഠിപ്പിക്കണ്ട, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് അഹങ്കരിച്ചവൻ നിന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനം ഉൾക്കൊണ്ട ആളുകൾ ആ രാജദർബാറിൽ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ഫിറഔനിന്റെ ഭാര്യ ബീവി ആസിയ. ആരാണ് ആസിയ ബീവി? ഫിറഔനിന്റെ ഭാര്യയാണ്. അങ്ങനെ ഫിറഔന്റെ ഭാര്യ ആസിയ ബീവി ഒരു പ്രവാചകന്റെ മകളല്ല. ആസിയ ബീവി സമ്പന്നന്റെ മോളല്ല, അധികാരിയുടെ മകളല്ല, ഏതെങ്കിലും പേര് കേട്ട തറവാട്ടുകാരിയല്ല. പക്ഷേ ആസിയ ബീവി അതീവ സുന്ദരിയായിരുന്നു. ഒരു പാവപ്പെട്ട കുടുംബത്തിലെയാണ്. അപ്പൊ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ആസിയ ബീവി നടന്നു പോകുമ്പോ ഫിറഔനിന്റെ ഒരു സ്വഭാവമുണ്ട്. അവൻ അധികാരിയല്ലേ, രാജാവല്ലേ, രാജ്യം അടക്കി ഭരിക്കുന്ന ആളല്ലേ. ഒരു സുന്ദരിയായ പെണ്ണ് നടന്നു പോയാൽ അവളെ വേണം. ഇതാണ് ഫിറഔനിന്റെ സ്വഭാവം. അത് കിട്ടുന്നവനറിയാം, അല്ലെങ്കിൽ ബലമായി പിടിക്കും. ഫിറഔനിന്റെ ഈ ആഗ്രഹമായിരുന്നു ആസിയ ബീവിയെ തന്റേതാക്കിയത്. പക്ഷെ ആസിയ ബീവിക്ക് ഫിറഔനെ തൊടാൻ പോലും ആസിയ ബീവി കൊടുത്തിട്ടില്ല. അത്രയും പരിശുദ്ധവതിയായിരുന്നു ആസിയ ബീവി. അധികാരിക്ക് വഴങ്ങിക്കൊടുത്തില്ല. അപ്പോഴേക്കും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഫിറഔനിന്റെ ഈ ആസിയ ബീവിയുടെ വാപ്പയോട് ഫിറഔൻ ആവശ്യപ്പെട്ടു. കാരണം അത്രയും അതീവ സൗന്ദര്യവതിയായിരുന്നു ആസിയ ബീവി. ആ ആസിയ ബീവി ഇസ്ലാം ആശ്ലേഷിച്ച മഹതിയാണ്. അവർ ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ കാരണം ഈ പ്രബോധനമാണ്. ഈ പ്രവാചകന്മാരുടെ പ്രബോധനം ഉൾക്കൊണ്ട 6 പേരിൽ ഒരാളാണ് മഹദിയാകുന്ന ആസിയ ബീവി. എന്നാൽ ആസിയ ബീവി അല്ലാത്ത 5 പേർ അവര് ഫിറഔനിന്റെ വേലക്കാരാണ്. ഫിറഔനിന്റെ വേലക്കാരിയും വേലക്കാരനും അവരെ കുടുംബവും. ആരാണ് ആ വേലക്കാരി? മാഷിത്ത ബീവി. മാഷിത്ത എന്ന് പറയുന്ന ഒരു പെണ്ണ് ഫിറഔനിന്റെ രാജ ദർബാറിലെ വേലക്കാരിയാണ്. ആ മാഷിത്ത ബീവി റളിയല്ലാഹു അൻഹായുടെ ഭർത്താവ് ഹസകിൽ, ഫിറഔനിന്റെ പ്രൈവറ്റ് സെക്രട്ടറി. അവരുടെ ഭാര്യയായ മാഷിത്ത ബീവി റളിയല്ലാഹു അൻഹാ ഫിറഔൻ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനം ഉൾക്കൊണ്ടിട്ടുണ്ട്. അധികം വയലോ അധികം നീട്ടി അധികം കാലങ്ങൾ എടുക്കേണ്ടി വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപദേശം അവർക്ക് ഫലം ചെയ്തു പോയി. എന്താണ് ആ ഫലം എന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട കലീമുള്ള പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നാണ്. ഫിറഔൻ കേവലം അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്, അവനൊന്നും ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ തുടങ്ങിയിട്ടുള്ള തൗഹീദ് കൃത്യമായി അങ്ങ് പ്രബോധനം ചെയ്തപ്പോ അത് ഹൃത്തടത്തിൽ സ്ഥാനം പിടിച്ചവരിൽപ്പെട്ട മഹതിയാണ് ബീവി ആസിയ ബീവി മാഷിത്ത. ഫിറഔനിന്റെ വേലക്കാരിയാണ്. ആ വിശ്വാസം അവർ പ്രകടിപ്പിക്കുകയാണ്. ഒരിക്കലതാ മാഷിത്ത ബീവി റളിയല്ലാഹു അൻഹാ ഫിറഔനിന്റെ കൊട്ടാരത്തിൽ തന്റെ മകളുടെ ഫിറഔനിന്റെ മകളുടെ തലമുടി ചീകാനുള്ള ചുമതല ലഭിച്ചോ. അങ്ങനെ ചീർപ്പെടുത്തുകൊണ്ട് മാഷിത്ത ബീവി ഫിറഔനിന്റെ തലമുടി അങ്ങ് ചീകിക്കൊണ്ടിരിക്കുമ്പോ കയ്യിൽ നിന്നതാ ചീർപ്പ് താഴെ അങ്ങ് വീണുപോയി. അപ്പോൾ മാഷിത്ത ബീവി പറഞ്ഞു, അല്ലാഹ് എന്നങ്ങ് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ ഫിറഔനിന്റെ മകൾക്ക് കഴിഞ്ഞില്ല. അവിടെ നിന്ന് അവളെ എഴുന്നേറ്റ് ഓടുകയാണ്. ഉപ്പാ ഉപ്പാ, നിങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി ഹസകിലിന്റെ ഭാര്യയില്ലേ മാഷിത്ത, ആ മാഷിത്ത പറയുന്നത് നിങ്ങളല്ലാത്ത വേറെ റബ്ബുണ്ട് എന്നാണ്. അവൾക്ക് വേറെ റബ്ബുണ്ട് പോൽ. വാപ്പാ, നിങ്ങളല്ലാത്ത വേറെ റബ്ബുണ്ട്. നിങ്ങളല്ലേ റബ്ബ്, നിങ്ങളല്ലേ ഇലാഹ്, നിങ്ങളല്ലേ ദൈവം. പക്ഷേ മാഷിത്ത പറയുന്നത് അവർക്ക് വേറെ ഇലാഹുണ്ട് എന്നാണ്.
ഫിറഔൻ വിട്ടുകൊടുത്തില്ല. അവൻ ഓടി വരികയാണ്, അവന്റെ കിങ്കരന്മാരെ വിളിക്കുകയാണ്. എല്ലാവരും ഓടിയെത്തി മാഷിത്ത ബീവിയെ പിടികൂടി. അല്ലയോ മാഷിത്ത, നീ രാജദർബാറിൽ നിന്ന് പോവണമെങ്കിൽ നീ ഞങ്ങളുടെ മതം ഉൾക്കൊള്ളണം, എന്നെ ദൈവമായി അംഗീകരിക്കാൻ തയ്യാറാവണം. നിന്റെ പ്രപിതാക്കന്മാരുടെ മതം വിട്ടുകൊണ്ട് നിന്നി പോയാൽ നിന്നെ ഇഞ്ചിഞ്ചായി പീസായി നിന്നെ വെട്ടി നുറുക്കും. അങ്ങനെ ഫിറഔനിന് ദേഷ്യം കൂടി. അവനെ ആദ്യം മാഷിത്ത ബീവിയെ ഉപദേശിക്കാൻ തുടങ്ങി. മഹദിയാകുന്ന മാഷിത്ത ബീവിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവൻ ഉപദേശം നൽകാൻ തുടങ്ങി. മാഷിത്ത, നിനക്ക് ഞാനല്ലാത്ത വേറെ റബ്ബുണ്ടോ? ഫിറഔൻ ചോദിച്ചപ്പോൾ മാഷിത്ത ബീവി ഉണ്ടെന്ന് പറയുകയാണ്. വീണ്ടും ഫറോവ ചോദിക്കുകയാണ്, മാഷിത്ത, നിനക്ക് ഞാനല്ലാത്ത വേറെ റബ്ബുണ്ടോ? മാഷിത്ത ബീവി പറഞ്ഞു, ഫിറഔൻ, നിന്നെയും എന്നെയും പടച്ച, നിന്റെ കുടുംബത്തെ പടച്ച, ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ സർവാധിപനായ അല്ലാഹു ഉണ്ട്. റബ്ബി മൂസാ വ ഹാറൂൻ, അത് തന്നെയാണ് മൂസായുടെ മൂസായുടെ റബ്ബും ഹാറൂനിന്റെ റബ്ബും ലോകത്തെ സർവചരാചരങ്ങളുടെയും റബ്ബായ ഖാലിഖും റാസിഖുമായ പടച്ച റബ്ബുണ്ട്. അവനല്ലാത്ത ഒരു ആരാധ്യനില്ല എന്ന് മാഷിത്ത ബീവി അങ്ങ് പറഞ്ഞപ്പോ ഫിറഔനിന് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല, അവൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവന് നാണക്കേടായി. മാഷിത്തെ വിളിച്ചുകൊണ്ട് ഒന്നുകൂടി സാരവത്തായി നല്ല രീതിയിൽ ഉപദേശിക്കുകയാ. മാഷിത്ത, എന്നെ നീ മാനം കെടുത്തരുത്, കാരണം ഞാൻ ഇവർക്കിടയിൽ ദൈവമാണ്. അന റബ്ബുക്കുമുൽ ആലാ, ഞാൻ ഏറ്റവും വലിയ റബ്ബാണെന്ന് വാദിച്ചു നടക്കുന്നവനാ. അതുകൊണ്ട് മാഷിത്ത, നീ എന്നെ നാടൻ കെടുത്തരുത്. മാഷിത്ത ബീവി പറഞ്ഞു, ഇല്ല, ഞാൻ മൂസാ നബിയുടെയും ഹാറൂനിന്റെയും റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ റബ്ബ് സർവശക്തനാണ്, സർവാധിപനാണ്. ഫിറഔൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഫിറഔൻ പറയുകയാണ്, എന്നാൽ മാഷിത്ത, നീ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. മാഷിത്ത ബീവി പറഞ്ഞു, അതിന്റെ പേരിൽ എന്ത് വന്നാലും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പ്രബോധനം ഉൾക്കൊണ്ട കുടുംബം മാഷിത്ത ബീവിയുടെ കുടുംബമാണ്. മാഷിത്ത ബീവി ഇസ്ലാം സ്വീകരിച്ചോ, അവരുടെ ഭർത്താവ് ഇസ്ലാം സ്വീകരിച്ചോ, അവരുടെ 3 മക്കളും ഇസ്ലാം ആശ്ലേഷിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനം ഫലം ചെയ്ത കുടുംബമാണവർ. അപ്പൊ ഫിറഔന് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവനിതാ മാഷിത്ത ബീവിക്ക് നേരെ തിരിയുകയാണ്. അവൾ അടുത്തേക്ക് നായകളെയും പട്ടികളെയും പറഞ്ഞയക്കുകയാണ്, പാമ്പിനെയും തേളുകളെയും വിടുകയാണ്. മാഷിത്ത, നീ പിന്മാറാൻ തയ്യാറാവടോ, മാഷിത്ത, നീ മാറി നിൽക്കണമെന്ന് പറഞ്ഞു. ആദ്യം അങ്ങനെയൊക്കെ പീഡിപ്പിച്ചു നോക്കി. പക്ഷേ മാഷിത്ത ബീവി ആ സമയത്തൊക്കെ പറഞ്ഞത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്നാണ്. അല്ലാഹയല്ലാത്ത മറ്റൊരു ദൈവമില്ല, അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹ് എനിക്കില്ല, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല എന്ന് ഉച്ചസ്ഥരം മാഷിത്ത ബീവി പറഞ്ഞപ്പോ ഇനി ഫിറഔൻ എടുക്കുന്ന അടവെന്തെന്നറിയുമോ? മാഷിത്ത ബീവിയുടെ മുമ്പിൽ അതാ വലിയൊരു ചെമ്പ് കൊണ്ടുവന്ന് വെക്കുകയാണ്. വറവ് ചട്ടി അല്ലേ, മീൻ പൊരിക്കുന്ന പാത്രം കണ്ടില്ലേ സഹോദരങ്ങളെ? എണ്ണയിലിട്ടതാ. മാഷിത്തയുടെ കുടുംബത്തെ നശിപ്പിക്കാനാണ് ഫിറഔൻ ഒരുങ്ങുന്നത്. അവന്റെ ശിക്ഷാമുറകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തി എന്താ? വഫിറഔന ദിൽ ഔതാദി അല്ലദീന തഗൗ ഫിൽ ബിലാദ് എന്നാണ്. ഫിറഔനിന്റെ ശിക്ഷാമുറകൾ എങ്ങനെയായിരുന്നു? അതികിരാതവും പ്രാകൃതവുമായ ശിക്ഷാ നിയമമായിരുന്നു ഫിറഔൻ നടപ്പിലാക്കിയിരുന്നത്. വലിയ പരുക്കൻ ആണികൾ, അതാണ് ഫിറഔന ദിൽ ഔതാദ് എന്ന് പറഞ്ഞ ആണികളുടെ ഫിറഔൻ എന്ന്. വലിയ വലിയ ആണികൾ നിലത്തടിച്ചിട്ട് ആ പെരുക്കൻ ആണികളെ മുകളിൽ ഈ പ്രതിയെ, ഈ കുറ്റവാളിയെ എന്ന് പറയുന്ന ആളുകളെ കടത്തുന്ന
കിടത്തിയിട്ട് നായക്കളെയും പന്നികളെയും അതുപോലെ പാമ്പുകളെയൊക്കെ പറഞ്ഞു വിടും ഉപദ്രവിക്കാൻ. അവസാനം ഇഞ്ചിഞ്ചായി കൊന്നുകളയും. ഇതാണ് ഇവന്റെ ശൈലി. മാഷിത്താ ബീവിയെ പേടിപ്പിക്കുന്നത് എങ്ങനെയാണ്? മാഷിത്താ ബീവിയെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അതാ എരിപിരി കൊള്ളുന്നതായ അതിശക്തമായ ചൂടേറിയ ആ ചെമ്പിലേക്ക്, ആ എണ്ണത്തീയിലേക്ക്, അതാ ആ എണ്ണയിലേക്ക് അങ്ങ് മഹതിയാകുന്ന മാഷിത്താ ബീവിയുടെ ഭർത്താവിനെ അങ്ങ് കൊണ്ടുവന്ന് വലിച്ചിടുകയാണ്. വേദന കൊണ്ടയാള് പുളയുകയാണ്. അസഖ്യമായ വേദനയാണ്, അസഖ്യമായ വേദനയാണ്. മാഷിത്താ ബീവി ഇത് കാണണം, ഇത് കേൾക്കണം. ഭർത്താവിന്റെ കരച്ചില് കേൾക്കണം, ഭർത്താവിന്റെ സങ്കടം കാണണം. ആ ഭർത്താവ് ആ എണ്ണയിൽ വറുക്കപ്പെട്ട ആ ചട്ടിയിൽ കിടന്നുകൊണ്ട്, ആ എണ്ണയിൽ കിടന്നുകൊണ്ട് മാഷിത്താ ബീവിയുടെ ഭർത്താവ് ഈ ലോകത്തോട് വിട പറയുകയാണ്. അതിദാരുണമായ ക്രൂരമായ കൊലപാതകം. അവിടെ പതറിയോ മാഷിത്ത? നോക്കൂ നിങ്ങൾ അവരുടെ ഈമാനിന്റെ കടുപ്പം, അവരുടെ ഈമാനിന്റെ വലിപ്പം എത്രയാ എന്റെ സഹോദരങ്ങളെ, നോക്കണേ നിങ്ങള്. മഹതിയാകുന്ന മാഷിത്താ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഭർത്താവിനെ നിഷ്കരണം ചുട്ടുകൊന്നു. ഇനി അതാ കൊണ്ടുവരുന്നത് മാഷിത്താ ബീവിയുടെ മൂത്ത മകനെയാണ്. ആ മൂത്ത പൈതലിനെ, മൂത്ത മകനെ കൊണ്ടുവന്നിട്ട് ആ ചട്ടിയിലേക്ക് അങ്ങ് എറിയുകയാണ്. മാഷിത്താ നീ പിന്മാറിക്കോ, നീ നിന്റെ മതം വിട്ട് നീ എന്റെ മതത്തിലേക്ക് വന്നോ, നിന്റെ പുതിയ മാർഗങ്ങളെ നീ അവഗണിക്കണോ? മാഷിത്താ ബീവി പറഞ്ഞു, ഇല്ല, എന്റെ മതം ഞാൻ ഉപേക്ഷിക്കുകയില്ല. റബ്ബി മൂസാ വ ഹാറൂൻ, ഞാൻ അവിടെ തന്നെ അടിയുറച്ചു നിൽക്കുന്നു. മാഷിത്താ ബീവി പതറിയില്ല. തന്റെ ഭർത്താവിനെ ഇഞ്ചിഞ്ചായി ക്രൂരമായി അവിടെ വെച്ചുകൊണ്ട് കൊന്നിട്ട് പോലും മാഷിത്താ ബീവിയുടെ ഈമാനിന് കോട്ടം സംഭവിച്ചിട്ടില്ല. എന്റെ സഹോദരങ്ങളെ, വലിയ വലിയ പാഠമല്ലേ ഇതിനുള്ളത്? ഒരു ന്യൂ ഇയർ ആഘോഷത്തിന്റെ പേര് ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളെ കളഞ്ഞു കുളിക്കുന്നവരെ, കള്ള് കുടിച്ച് മതോന്മുദ്ധരായി ലക്ക് കെട്ട് തോന്നിവാസം ചെയ്യുന്നവരെ, നിങ്ങൾ ആലോചിക്കണം കേട്ടോ. മാഷിത്താ ബീവിയുടെ ഈമാനിന്റെ പവർ എത്രയാണ്! ഭർത്താവിനെ ക്രൂരമായി കൊന്നു, മൂത്ത മകനെ കൊണ്ടുവന്ന് ചുട്ടരിച്ചു കൊന്നു. ആ വലിയ വറവ് ചട്ടിയിലേക്ക് എറിഞ്ഞുകൊണ്ട് മൂത്ത മകനെയും കൊന്നു. മഹതിയാകുന്ന മാഷിത്താ ബീവിക്ക് കുലുക്കമില്ല. സങ്കടമുണ്ട്, വിഷമമുണ്ട്, പ്രയാസമുണ്ട്, പക്ഷെ അതെല്ലാം സഹിക്കുകയാണ്. രണ്ടാമത്തെ മകനെയും കൊണ്ടുവന്ന് ചട്ടിയിൽ എറിഞ്ഞു, അതിക്രൂരമായി കൊല ചെയ്യുകയാണ്. മാഷിത്താ ബീവി പതറിയില്ല. ഭർത്താവും അതുപോലെ രണ്ട് മക്കളെയും അവർ കൊന്നു കളഞ്ഞു. മാഷിത്താ ബീവിക്ക് പിന്മാറ്റമില്ല. മാഷിത്താ ബീവിയുടെ അതാ മാറിൽ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു പിഞ്ചു വാവയുണ്ട്, ഒരു കുഞ്ഞു വാവയുണ്ട്, ഒരു പൈതലുണ്ട്. മാഷിത്താ ബീവിയുടെ പാല് കുടിക്കുന്ന പൊന്നു പൈതലിനെ വാരിയെടുത്തുകൊണ്ട് ചട്ടിയിലേക്ക് ക്രൂരന്മാർ, കണ്ണിൽ ചോരയില്ലാത്ത ശത്രുക്കൾ, നിഷ്ഠൂരനായ ഫറോവയുടെ കിങ്കരന്മാർ ആ പിഞ്ചു പൈതലിനെ പിടിച്ചു വാങ്ങിയിട്ട് ഫിറഔൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മാഷിത്താ, ഈ കുഞ്ഞിനെ ഇതാ എറിയാൻ പോവുകയാണ്, നിന്റെ വിശ്വാസത്തിൽ നിന്ന് നീ പിന്മാറുന്നില്ലയോ മാഷിത്താ? നിന്റെ വിശ്വാസത്തിൽ നിന്ന് നീ പിന്മാറുന്നില്ലയോ മാഷിത്താ? എങ്കിൽ നിന്റെ ഈ കുട്ടിയെ നിനക്ക് സുരക്ഷിതമായി തരാം. മാഷിത്താ ബീവി പറഞ്ഞു, ഇല്ല, നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് എന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റമില്ല. മാഷിത്താ ബീവി ഉറച്ച നിലപാടിലാണെന്ന് മനസ്സിലാക്കിയപ്പോ ആ പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുപോയ ആ ചട്ടിയിലേക്ക് എറിയാൻ ഒരുങ്ങുമ്പോ മാഷിത്താ ബീവി വിട്ടുകൊടുത്തില്ല.
തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മാഷിത്ത വാവിട്ട് കരയുകയാ. മാഷിത്ത ബീവി കരഞ്ഞുപോയി. അതുവരെ ആ ഉമ്മ കരഞ്ഞിട്ടില്ല. ആ ഉമ്മ സങ്കടങ്ങളെല്ലാം വിഷമങ്ങളെല്ലാം മനസ്സിലൊതുക്കി നിൽക്കുകയാ. പക്ഷെ എന്റെ കുഞ്ഞുവാവയെ മാറിടത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ആ വറവ് ചട്ടിയിലേക്ക് എറിയാൻ ഒരു മുമ്പയാണ് മാഷിത്ത ബീവി അങ്ങ് കരഞ്ഞുപോയി. ആ സമയത്ത് ആ കുഞ്ഞു വാവയുണ്ടല്ലോ, കാലിന്റെ ചുവപ്പ് പോകാത്ത പിഞ്ചു പൈതല്, പാല് കുടിക്കുന്ന പിഞ്ചു പൈതല്. അത്തരം കുട്ടികൾ സംസാര ശേഷിയില്ലാത്തവരാണ്, സംസാരത്തിന്റെ സമയമാവാത്തവരാണ്. പക്ഷെ ആ കുഞ്ഞങ്ങ് സംസാരിക്കുകയാണ്. ആ പൊന്നുമോനങ്ങ് വർത്തമാനം പറയുകയാണ്. എന്താ സംശയിക്കണ്ട, ചെറിയ ചെറുപ്പകാലത്ത് സംസാരിച്ച 6 കുട്ടികൾ കൃത്യമായ രേഖയിലുള്ളതാണ്. മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം കുഞ്ഞാകുമ്പോൾ സംസാരിച്ച ആളാണ്. ജുറൈജിന്റെ കുട്ടി കുഞ്ഞാകുന്ന സമയത്ത് ജുറൈജ് എന്ന് പറയുന്ന മഹാന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ ആ ഒരു കുട്ടിയെ വെച്ചുകൊണ്ട് ജുറൈജിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ച സമയത്ത് തൊട്ടിലിൽ കടന്ന് ആ കുഞ്ഞിനെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി സംസാരിച്ചു. അതുപോലെ മാഷിത്ത ബീവിയുടെ കുട്ടിയും സംസാരിക്കാൻ തുടങ്ങി. കാലിന്റെ ചുവപ്പ് പോകാത്ത പിഞ്ചു പൈതല് പറഞ്ഞു, യാ ഉമ്മീ, പ്രിയപ്പെട്ട മാതാവേ, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ വിഷമിക്കണ്ട. ലാ തഖഫീ ലാ തഖഫ് വലാ തഹ്സൻ, വിഷമിക്കണ്ട ഉമ്മ, സങ്കടപ്പെടണ്ട, പേടിക്കണ്ട ഉമ്മ. നാളെ നമുക്ക് എല്ലാ സൗകര്യവുമുള്ള സ്വർഗമുണ്ട് ഉമ്മ. സ്വർഗത്തിൽ അല്ലാഹു നമുക്കൊരു ഭവനം വെച്ചിട്ടുണ്ട്. ഈ പൊന്നുമോനെ അവിടെ വെച്ചുകൊണ്ട് കാണാം ഉമ്മ. മാഷിത്തയുടെ കുഞ്ഞങ്ങ് പറഞ്ഞപ്പോ ആത്മഫലം സ്വധൈര്യം അതാ മഹദിയാകുന്ന മാഷിത്ത ബീവി ലഭിക്കുകയാണ്. ആ കുഞ്ഞിനെ അതാ എടുത്തുകൊണ്ട് അവര് വറവ് ചട്ടിയിലേക്ക് എറിഞ്ഞിട്ട് അതിക്രൂരമായി നിഷ്ഠൂരമായി അവര് കൊല്ലുകയാണ്. സങ്കടം സഹിക്കാൻ വയ്യ. തന്റെ ഭർത്താവ് പോയി, തന്റെ 3 മക്കള് പോയി. ഇനി മാഷിത്ത ബീവിയാണ്, മാഷിത്ത ബീവിയാണ്. ബഹുമാനപ്പെട്ട മാഷിത്ത ബീവിയെ പിടിച്ച് അതാ അവര് കൊണ്ടുവരുന്നു. മാഷിത്ത ബീവിയുടെ കൈകൾ വെട്ടിമാറ്റി, മാഷിത്ത ബീവിയുടെ കാല് മുറിച്ചു മാറ്റി, മാഷിത്ത ബീവിയുടെ കാത് വെട്ടിമാറ്റി. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ബലിഷ്ഠമായ ഈമാനിന്റെ ഉടമയല്ലേ അവർക്ക് വലിയ വർഷങ്ങളോളം പ്രബോധനം ലഭിച്ചവരല്ല, നീണ്ട വയലിന്റെ സദസ്സിൽ പങ്കെടുത്തവരല്ല. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹാറൂൻ നബിയുടെ ഉപദേശം അത് ഫലം ചെയ്തതാണ്. മാഷിത്ത ബീവിയെ വലിച്ചു കൊണ്ടുവന്ന് ആ വറവ് ചട്ടിയിൽ ആ എണ്ണയിലേക്ക് എറിഞ്ഞുകൊണ്ട് ആയിരത്തിയിലിട്ടുകൊണ്ട് മഹാമഹദിയാകുന്ന മാഷിത്ത ബീവിയെ ക്രൂരമായി കൊല ചെയ്യുകയാണ്. മഹദി ലോകത്തോട് വിട പറഞ്ഞു. എന്റെ സഹോദര, ഇത് നോക്കിക്കാണുന്നു ആരെന്നറിയുമോ? ആ രാജകൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് ഏങ്ങലടച്ച് കരയുന്നു. ഈ ക്രൂരമായ കൊലപാതകം കണ്ട് കരയുന്ന മഹദി ഏതെന്നറിയുമോ? മാഷിത്ത ബീവിയുടെ ഇസ്ലാം ആശ്ലേഷണത്തിന്റെ പേരില് ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായ മാഷിത്ത ബീവിയുടെ കുടുംബത്തിന്റെ കാര്യമോർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് കരയുന്ന ആസിയ ബീവി ഉണ്ടല്ലോ, ആ സമയത്ത് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഈ രംഗം കണ്ട മഹദിയാകുന്ന ആസിയ ബീവി, മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനം ഫലം ചെയ്ത ആസിയ ബീവി, ഫിറഔനിന്റെ ഭാര്യ ആസിയ ബീവി, അവരും ഇസ്ലാം ആശ്ലേഷിക്കുകയാണ്. മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുകയാണ്. മൂസാ നബിയുടെ ഹാറൂനിന്റെ റബ്ബിൽ വിശ്വസിക്കുകയാണ്.
എല്ലാം കഴിഞ്ഞ് ഈ കൊലപാതകം ഒക്കെ കഴിഞ്ഞ് കൈ കഴുകി ഫിറഔൻ വീട്ടിലേക്ക് കൊട്ടാരത്തിലേക്ക് കയറുമ്പോ ഭാര്യ ആസിയ ബീവിനോട് ചോദിക്കുക, എങ്ങനെയുണ്ട് ആസിയ, നമ്മൾ നടപ്പിലാക്കിയ ശിക്ഷ എങ്ങനെയുണ്ട്? ഈ ക്രൂരനായ മനുഷ്യൻ ആസിയ ബീവിയോട് ചോദിച്ചപ്പോ ഒട്ടും ദാക്ഷിണ്യമില്ലാതെ ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മൂസാ റസൂലുള്ളാഹ്. ഞാനിതാ മൂസാ നബിയെ വിശ്വസിക്കുന്നു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന ഏകദൈവ വിശ്വാസം ഞാൻ അംഗീകരിക്കുന്നു എന്ന് രാജദർബാറിൽ ഫിറഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് മാഷിത്താ ബീവിയുടെ സംഭവത്തിന് ശേഷം മഹദിയാകുന്ന ആസിയ ബീവി ഇസ്ലാം ആശ്ലേഷിച്ചു. ഇനി ഒരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല, കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. നാണക്കേടിന്റെ നാണക്കേട്, നാണക്കേടിന്റെ നാണക്കേട്. അതേ ഫിറഔനിലുംബനായി അവനതാ പരാജയപ്പെട്ടു പോയി. ഇത്രമാത്രം ചെയ്തിട്ട് ആസിയ ബീവിയെ പ്രലോഭിക്കാൻ ഒരുങ്ങിയതായ ഫിറഔനിന് കനത്ത തിരിച്ചടി ലഭിക്കുകയാണ്. ആരാണ് ഇവിടെ ഇസ്ലാം സ്വീകരിച്ചത്? ഭാര്യയാണ്. ആരെ ഭാര്യ? ഫിറഔനിന്റെ ഭാര്യ. ദൈവത്തിന്റെ ഭാര്യ തന്നെ ദൈവത്തെ വിട്ടുപോയി. എങ്ങനെയുണ്ട്? ഞാനാണ് ഏറ്റവും വലിയ പടച്ചോൻ എന്ന് പറഞ്ഞ് ബനൂ ഇസ്രായേലിൽ അഹങ്കരിച്ച് നടന്ന ഈ മനുഷ്യനെ ഭാര്യ പോലും കൈവിട്ടുപോയി. അപ്പോൾ അഹങ്കാരിയായ ഫിറഔൻ ഇനിയൊന്നും താമസിച്ചില്ല തന്റെ നാണക്കേട് തീർക്കാൻ, തന്റെ അഭിമാന പ്രശ്നം തീർക്കാൻ. എന്ത് ചെയ്തെന്നറിയുമോ? സുന്ദരിയായ ഈമാനിന്റെ പര്യായമായ ആസിയ ബീവി അങ്ങ് പിടിച്ചു കെട്ടുകയാ. എന്തെല്ലാം പീഡനങ്ങൾ, എന്തെല്ലാം അക്രമങ്ങൾ, അത് താണ്ഡവമാടുകയാണ്. ഫിറഔനിന്റെ കിങ്കരന്മാര് വന്നുകൊണ്ട് ആസിയ ബീവിയെ ചുട്ടുപൊയ്ത്ത മണലാരുണ്യത്തിലൂടെ നഗ്നയായി വലിച്ചേക്കുകയാണ്. മാറുന്നില്ല, തീരുന്നില്ല. കഠിനമായ പീഡന മർദ്ദന മുറകൾ അയച്ചു വിടുന്നു. അവസാനം ചുട്ടുപൊയ്ത്ത ഇരുമ്പാണികൾ അടിച്ചു കയറ്റുന്നു. അതേ ചൂടാക്കിയ വലിയ വലിയ ഇരുമ്പ് കമ്പികൾ കൊണ്ടുവന്നിട്ട് മഹദിയാകുന്ന ആസിയ ബീവിയുടെ ഗുഹ്യ സ്ഥാനത്തിലൂടെ ഔറത്തിന്റെ ഭാഗത്തിലൂടെ അങ്ങ് കടത്തുകയാ. ക്രൂരമായ മർദ്ദനങ്ങൾ അവിടെ താണ്ഡവമാടുകയാണ്. ആ സമയമല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറാത ഫിറഔൻ ഇദ ഖാലത് റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിറഔന വഅമലി വനജ്ജിനി മിൻ ഖൗമിൽ ളാലിമീൻ. മഹദിയാകുന്ന ആസിയ ബീവി അവിടെ വെച്ചുകൊണ്ട് നടത്തിയ പ്രാർത്ഥന എന്താണ്? മഹദിയാകുന്ന ആസിയ ബീവി ആ പീഡന മർദ്ദന താണ്ഡവമാടുന്ന സമയത്ത് മഹദി പറഞ്ഞ വാക്കെന്താ? ഫിറഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇന്നെ വെറുതെ വിടൂ, ഞാൻ ഇസ്ലാം ഒഴിവാക്കാം എന്നല്ല പറഞ്ഞത്. ഇത്രമാത്രം പീഡനങ്ങൾ. അതിസുന്ദരിയായ ആസിയ ബീവിയുടെ ശരീരം അതാ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചുട്ടുപൊയ്ത്ത മണലാരണ്യത്തിലൂടെ വലിച്ചപ്പോ സുന്ദരിയായ വെളുത്ത് നല്ല ശരീരമുള്ള മഹദിയാകുന്ന ആസിയ ബീവിയുടെ ശരീരമാകെ കറുത്തുപോയി. പരിശുദ്ധ ഖുർആൻ അത് അനാവരണം ചെയ്യുകയാണ്. ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും പാഠമായി, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വലിയ ഉപമയായി അല്ലാഹു ഉപമിച്ചത്. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറാത ഫിറഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. മഹദിയാകുന്ന ആസിയ ബീവി ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത്, ഫിറഔനിന്റെ കിങ്കരന്മാരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന സമയത്ത് മഹദിക്ക് പടച്ച റബ്ബിനോട് മുൻനിർത്തി ചോദിക്കാനുണ്ടായ ഒരേ ഒരു കാര്യം എന്തെന്നറിയുമോ? ആ സമയത്ത് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന പ്രഖ്യാപനത്തോടൊപ്പം മഹദി പറഞ്ഞത് ഇത് കാലത്ത് മഹദി പറഞ്ഞ സന്ദർഭം ഖുർആൻ അനാവരണം ചെയ്യുകയാണ്.
എന്താ മഹദി പറഞ്ഞത്? റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന. പടച്ച റബ്ബേ, ഈ ദുനിയാവ് നൈസർഗികമാണ്, ഇവിടുത്തെ കൊട്ടാരങ്ങൾ ഞാനിതാ എന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ എനിക്ക് രാജദർബാറിൽ സുഖമായി സുന്ദരമായി ജീവിക്കാം. പക്ഷേ ഈ ദുനിയാവ് ഞാൻ ആഗ്രഹിക്കുന്നില്ല റബ്ബേ, ഈ ദുനിയാവ് ഞാൻ മോഹിക്കുന്നില്ല റബ്ബേ. ഈ ദുനിയാവ് ക്ഷണികമാണ്, അത് നൈസർഗികമാണ്, അത് ക്ഷണികമാണ്, അത് താൽക്കാലികമാണ്. ഹിയ ദുനിയ അഖല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അദല്ലു മിനൽ ദലീലി. അത്രയും താൽക്കാലികവും ക്ഷണികവുമായ ദുനിയാവിന്റെ സുഖങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല റബ്ബേ. പടച്ച റബ്ബിനോട് മഹദി പറഞ്ഞത് എന്തെന്നറിയുമോ? ഈ പ്രയാസങ്ങളും പീഡനങ്ങളും സഹിക്കുന്ന സമയത്ത് പറഞ്ഞത് റബ്ബി ബിനിലി, പടച്ചോനെ എനിക്ക് നീ നിർമ്മിച്ചു തരണേ ഈ ലോകത്തല്ല, ഇൻദക ബൈതം ഫിൽ ജന്ന. പടച്ച റബ്ബേ, നിന്റെ അടുത്ത് സ്വർഗത്തില് എനിക്കൊരു കൊട്ടാരം പണിത് തരണമേ, എനിക്ക് ആ സ്വർഗത്തിൽ നല്ലൊരു വീട് പണിത് തരണമേ എന്നാണ് മഹദിയാകുന്ന ആസിയ ബീവി പറഞ്ഞത്. മാത്രമല്ല വനജ്ജിനി മിൻ ഫിറഔന വഅമലി, ഫിറഔനിൽ നിന്നും അവന്റെ പ്രവൃത്തിയിൽ നിന്നും എന്നെ ഒന്ന് രക്ഷിക്കണേ റബ്ബേ. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, ഈ അക്രമികളിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ എന്ന് മഹദിയാകുന്ന ആസിയ ബീവി പറഞ്ഞ സന്ദർഭം പരിശുദ്ധ ഖുർആൻ അനാവരണം ചെയ്തിട്ടുണ്ടെങ്കിൽ മാഷിത ബീവിയുടെ സംഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ്? ആസിയ ബീവിയുടെ സംഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ്? ഉമയ്യത്തിന്റെ തൊയ്യത്തിൽ വേല ചെയ്തിരുന്ന മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരൊക്കെ ബലിഷ്ഠമായി ഈമാനിന്റെ പിതാക്കളായിരുന്നു. അവരൊന്നും ഒരു നിമിഷ നേരം കൊണ്ട് ഈമാൻ പതറിയവരായിരുന്നില്ല, അവര് വിശ്വാസത്തെ കളഞ്ഞു കുളിച്ചവരായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ തലമുറ ആഘോഷത്തിന്റെ പേര് പറഞ്ഞ്, മതസൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞ് വിശ്വാസത്തെ കളഞ്ഞു കുളിക്കുന്നവരാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ ഐഡന്റിറ്റി അത് കാത്തു സൂക്ഷിക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഉമ്മത്തെ പഠിച്ചോ, തോന്നിവാസങ്ങൾ പറയാൻ മെനക്കെടണ്ട, വൃത്തികേടിലേക്ക് നീങ്ങണ്ട. പുതിയൊരു ന്യൂ ഇയർ വരുമ്പോ, പുതിയൊരു പുതുവത്സരാഘോഷം നമ്മുടെ മുമ്പിലേക്ക് പുതുവത്സരാഘോഷമായി കടന്നു വരുമ്പോ അത് ആഘോഷിക്കാനുള്ളതല്ല, അത് നമ്മളെ ശിഷ്ടകാലങ്ങൾ ഓർക്കാനുള്ളതാണ്, ആത്മപരിശോധന നടത്താനുള്ളതാണ്, നമ്മളൊരു വിചിന്തനം നടത്താനുള്ളതാണ്, നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം വരുത്താനുള്ള ആലോചനയുടെ സമയമാണിത്. ഒരു 2024 കടന്നുപോയിട്ട് ഒരു 2025 കടന്നു വരുമ്പോ ഇനി നമുക്ക് പ്രതീക്ഷകളുടെ നാളുകളാണ്. അതിന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യ, പടച്ചോനെ ഈ വർഷത്തിൽ നീ ഞങ്ങളെ കാക്കണം, ഒരു പ്രളയമില്ലാത്ത, ഒരു ദുരന്തമില്ലാത്ത, ഒരു അപകടമില്ലാത്ത, ഒരു കൊറോണ കടന്നു വരാത്ത, ഒരു മാരക രോഗം കടന്നു വരാത്ത ഒരു വർഷമാക്കി മാറ്റി തരണമെന്ന് അല്ലാഹുവിനോട് കെഞ്ചിക്കേണ്ട, അപേക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അല്ലാഹുവിനോട് പറയേണ്ട സമയമാണിത്. ശിഷ്ടകാലങ്ങൾ ഓർത്തുകൊണ്ട് സങ്കടപ്പെടേണ്ട സമയമാണിത്. നമ്മുടെ ആയുസ് അങ്ങ് കുറഞ്ഞു പോവുകയാണ്. ഇനി നമുക്ക് 2025 കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി എത്ര നാൾ ഇവിടെ ജീവിതമുണ്ട്, ഈ ഭൂമിയിൽ എത്ര നാൾ നമുക്ക് ആയുസ്സുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല. എത്രയോ നമ്മുടെ സമപ്രായക്കാർ വിട്ടുപിരിഞ്ഞു പോയി, നമ്മളെക്കാൾ താഴെയുള്ളവർ പോയി. എത്രയോ ആളുകൾ നമ്മിൽ നിന്ന് പെട്ടെന്ന് വിട പറഞ്ഞു പോകുന്നുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു നമുക്കൊരു ഗ്യാരണ്ടിയും തരാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ ഐഡന്റിറ്റി അത് കാത്തു സൂക്ഷിക്കണം കേട്ടോ.